Welcome to another video. Today we are going to discuss about one of the important topic from the fourth chapter, British exploitation and resistance. The topic is First War of Indian Independence. First War of Indian Independence in 1857. It is also known as Sepoy Mutiny. The historian termed the revolt as India's first war of independence. The rebellion was started by the Sepoys of Meerut. ഈ കലാപത്തെ ചരിത്രകാരന്മാർ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നുണ്ട്. ഈ സമരം യഥാർത്ഥത്തിൽ തുടങ്ങിയത് മീററ്റിലെ സിപ്പായിമാരായിരുന്നു. സിപ്പായിമാരെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരായ സൈനികരെയാണ് സിപ്പായിമാർ എന്ന് വിളിക്കുന്നത്. കോസസ് വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് കോസസ് ഓഫ് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ദ ഫസ്റ്റ് വൺ, മിസറീസ് ഓഫ് ഫാർമേഴ്സ്, കർഷകരുടെ ദുരിതം. The condition of peasants were pathetic because of land revenue system implemented by the British. ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ഭൂനികുതിയുടെ ഫലമായിട്ട് കർഷകരെല്ലാം വളരെ ദുരിതത്തിലായിരുന്നു. ഈ കർഷകരുടെ ദുരിതം വിപ്ലവത്തിന് കാരണമായി. The second one, poverty of the craftsmen. Handicraft industry in India ruined. ബ്രിട്ടീഷുകാരുടെ ഭരണനിമിത്തം ഇന്ത്യയിലെ കരകൗശല മേഖലയാകെ തകർന്നിരുന്നു. ആ പ്രശ്നങ്ങളും ജനങ്ങളെ കലാപത്തിലേക്ക് നയിച്ചു. ഡിസാറ്റിസ്ഫാക്ഷൻ ഓഫ് കിങ്സ്, രാജാക്കന്മാരുടെ അതൃപ്തി. ദ ബ്രിട്ടീഷ് ക്യാപ്ചേർഡ് പ്രിൻസിലി സ്റ്റേറ്റ്സ് ബൈ യൂസിങ് ഡിഫറെൻ്റ് ലോസ്. ഇറ്റ് കോസ് ടു ദ ഡിസാറ്റിസ്ഫാക്ഷൻ ഓഫ് കിങ്സ്. ബ്രിട്ടീഷുകാർ വ്യത്യസ്ത നിയമങ്ങൾ കൊണ്ടുവന്ന് ഓരോ നാട്ടുരാജ്യങ്ങളെ പിടിച്ചെടുത്തു. ഉദാഹരണത്തിന് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, സബ്സിഡറി അലയൻസ്. ഇത് നാട്ടുരാജാക്കന്മാരുടെ അസംതൃപ്തിക്ക് കാരണമായി. മിസറീസ് ഓഫ് ദ സിപ്പായ്സ്, സിപ്പായിമാരുടെ ദുരിതം. പുവർ സാലറി ആൻഡ് അബ്യൂസ് ബൈ ദ ബ്രിട്ടീഷ് ഓഫീസേഴ്സ്. ഈ സിപ്പായിമാരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. വളരെ കുറഞ്ഞ ശമ്പളം മാത്രമേ അവർക്ക് ലഭിച്ചിരുന്നുള്ളൂ. മാത്രവുമല്ല, ബ്രിട്ടീഷ് ഓഫീസർമാർ അവരെ നിരന്തരം അബ്യൂസ് ചെയ്തിരുന്നു. The rumor that the cartridge in the newly supplied Enfield rifles were greased with the fat of cows and pigs provoked the sepoys. പുതുതായി ഉപയോഗിക്കാൻ സൈനികർക്ക് നൽകിയിരുന്ന തോക്കിൽ ഉപയോഗിച്ചിരുന്ന തിര സൂക്ഷിച്ചിരുന്നത് പന്നിയുടെയും അതുപോലെ തന്നെ പശുവിൻ്റെയും കൊഴുപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഗ്രീസിലാണ് എന്ന ഒരു കിംവദന്തി ഈ സൈനികരുടെ ഇടയിൽ വ്യാപിച്ചു. ദ സോൾജിയേഴ്സ് ഹൂ വർ അൺവില്ലിംഗ് ടു യൂസ് ദ ന്യൂ കാട്രിഡ്ജ് വർ പണിഷ്ഡ് ബൈ ദ ഓഫീസേഴ്സ്. ഈ തിര ഉപയോഗിക്കാൻ വിസമ്മതിച്ചവരെ അവരുടെ ഓഫീസർമാർ ശിക്ഷിച്ചു. ഇൻ ബാരക്പൂർ ഇൻ ബംഗാൾ, മംഗൽ പാണ്ഡെ, ആൻ ഇന്ത്യൻ സോൾജിയർ, shot at a British officer who forced him to use the new cartridge. ബംഗാളിലെ ബരക്പൂരിൽ ഈ പുതിയ കാട്രിഡ്ജ് ഉപയോഗിക്കാൻ വേണ്ടി നിർബന്ധിച്ചത് കാരണം ബ്രിട്ടീഷ് ഓഫീസറെ മംഗൽ പാണ്ഡെ എന്ന സിപ്പായ് വെടിവെച്ചു കൊന്നു. ഹി വാസ് അറസ്റ്റഡ് ആൻഡ് ഹാങ്ഡ് ടു ഡെത്ത്. ഈ മംഗൽ പാണ്ഡെയെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുകയും തൂക്കിക്കൊല്ലുകയും ചെയ്തു. Along with the kings and sepoys, common people also took part in the revolt. രാജാക്കന്മാരുടെയും സിപ്പായിമാരുടെയും കൂടെ സാധാരണ ജനങ്ങളും ഈ റിവോൾട്ടിൽ പങ്കെടുത്തു. They attacked the British and money lenders and set fire to their accounts books, deeds and documents of the transactions. Along with the kings and sepoys, common people also took part in the revolt. സിപ്പായിമാരുടെയും രാജാക്കന്മാരുടെയും കൂടെ സാധാരണ ജനങ്ങളും ഈ കലാപത്തിൽ പങ്കെടുത്തിരുന്നു. They attacked the British and money lenders and set fire to the accounts books, deeds and documents of the transactions.
ഈ സാധാരണ ജനങ്ങൾ ബ്രിട്ടീഷുകാരെയും അതുപോലെ തന്നെ പണം പലിശക്ക് കൊടുക്കുന്ന ആളുകളെയും ആക്രമിക്കുകയും അവരുടെ അക്കൗണ്ട് ബുക്കുകളൊക്കെ നശിപ്പിക്കുകയും ചെയ്തു. ദ റിയൽ സ്ട്രെങ്ത് ഓഫ് ദ റിബല്യൻ വാസ് ദ ഹിന്ദു മുസ്ലിം യൂണിറ്റി. ഈ കലാപത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. The rioters captured the Delhi and declared Bahadur Shah II as the Emperor of India. ഈ കലാപകാരികൾ ഡൽഹി പിടിച്ചടക്കുകയും ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. The major centers of the revolt and the leaders. ഈ കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളും അതിൻ്റെ ലീഡേഴ്സും. In Delhi, Bahadur Shah II. In Jhansi, Rani Lakshmibai. In Lucknow, Begum Hasrat Mahal. In Kanpur, Nana Sahiban Tandiyo Topi. In Faizabad, Maulavi Ahmadullah. They were the main leaders of the revolt of 1857. The rioters could not overcome the superior military power of the British and the rebellion was completely suppressed in 1858. എന്നാൽ ഈ കലാപകാരികൾക്ക് ബ്രിട്ടീഷുകാരുടെ സൈനിക ശേഷിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ 1858 ബ്രിട്ടീഷുകാർ ഈ കലാപത്തെ പൂർണ്ണമായിട്ടും അടിച്ചമർത്തി. റിസൾട്ട്സ്. വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ് ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857? First one, the British Parliament took over India from the British East India Company. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ അധികാരം പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു. The second one, the economic exploitation of the British reached in its extreme level in the post-1857 phase. 1857 ശേഷം ബ്രിട്ടീഷുകാരുടെ ചൂഷണം അതിശക്തമാവുകയും ചെയ്തു. Realizing the exploitation. The Indian people began to realize the exploitation of the British. Anti-British feeling led to the emergence of Indian nationalism. ജനങ്ങളുടെ മനസ്സിൽ ബ്രിട്ടീഷ് വിരുദ്ധ വികാരമുണ്ടാവുകയും അത് ദേശീയതയിലേക്ക് നയിക്കുകയും ചെയ്തു. നാഷണാലിസം. What is nationalism? Nationalism is the sense of unity among the people of a country, irrespective of caste, creed, religion and region. ജാതി മത പ്രാദേശിക വ്യത്യാസമില്ലാതെ ഒരു രാജ്യത്തെ ജനങ്ങൾ തമ്മിലുള്ള ഐക്യത്തെയാണ് ദേശീയത എന്ന് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് എക്സാമ്പിൾ ഫോർ സച്ച് ആൻ ഓർഗനൈസ്ഡ് ഫോം ഓഫ് നാഷണാലിസം. ദേശീയതയുടെ ഒരു ഓർഗനൈസ്ഡ് ഫോമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫോംഡ് ഇൻ ഡിസംബർ 1885 ഇൻ ബോംബെ. 1885 ബോംബെയിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാവുന്നത്. 72 delegates from different parts of India attended in its first session. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ മീറ്റിംഗിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 72ഓളം അംഗങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലെഡ് ദ ആൻറ്റി ബ്രിട്ടീഷ് സ്ട്രഗിൾ ഫ്രം 1885 till India attained independence in 1947. 1885 മുതൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെയുള്ള ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. ദാദാബായ് നവറോജി ആൻഡ് ഹിസ് ഡ്രെയിൻ തിയറി. ദാദാബായ് നവറോജി വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് നാഷണൽ ലീഡർ. ഹി സേസ് ദ ഡ്രെയിൻ ഓഫ് വെൽത്ത് to England was the root cause of poverty and starvation in India. ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ ബ്രിട്ടീഷുകാർ ചോർത്തിക്കൊണ്ടുപോകുന്നതാണ് ഇന്ത്യയുടെ ദാരിദ്ര്യത്തിൻ്റെ പ്രധാന കാരണമെന്ന് ദാദാബായ് നവറോജി പറയുന്നു. ഹൗ ഡിഡ് ദ ഇന്ത്യൻ വെൽത്ത് ഫ്ലോ ടു ബ്രിട്ടൻ? എങ്ങനെയാണ് ഇന്ത്യൻ സമ്പത്ത് മുഴുവൻ ബ്രിട്ടനിലേക്ക് പോകുന്നത് എന്ന് ദാദാബായ് നവറോജി വിവരിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ, എക്സ്പോർട്ട് ഓഫ് ഇന്ത്യൻ റോ മെറ്റീരിയൽസ്. ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുന്നത് മൂലം ഇന്ത്യൻ സമ്പത്ത് ചോർന്നു പോകുന്നു. സാലറി ആൻഡ് പെൻഷൻ ടു ബ്രിട്ടീഷ് ഓഫീസേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഓഫീസർമാർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും മുഖേന ഇന്ത്യൻ സമ്പത്ത് ചോർന്നു പോകുന്നു. പ്രോഫിറ്റ് ഗെയിൻഡ് ത്രൂ ദ സെയിൽ ഓഫ് ദ ബ്രിട്ടീഷ് പ്രൊഡക്ട്സ് ഇൻ ഇന്ത്യ. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ വിൽക്കുന്നത് മൂലം ഇന്ത്യക്കാരുടെ സമ്പത്ത് ചോർന്നു പോകുന്നു. ദ ടാക്സ് ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ പിരിക്കുന്ന ടാക്സും. ഇത്തരത്തിൽ വിവിധ തരത്തിൽ ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടീഷുകാർ ചോർത്തിക്കൊണ്ടുപോകുന്നു എന്നാണ് ദാദാബായ് നവറോജി പറഞ്ഞത്. ഈ സിദ്ധാന്തത്തെയാണ് ഡ്രെയിൻ തിയറി എന്ന പേരിൽ അറിയപ്പെടുന്നത്.
The earlier leaders like Dadabhai Naoroji, Ramesh Chandra Dutt and Gopalakrishna Gokhale had an important role in making the common people aware of the economic policy of the British that ruined India. ഇന്ത്യയിലെ ആദ്യകാല ദേശീയ നേതാക്കന്മാരായ ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്ര ദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയ നേതാക്കന്മാരൊക്കെ ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണമാണ് ഇന്ത്യ നേരിടുന്ന പ്രധാന പ്രശ്നമെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. ഇക്കണോമിക് നാഷണാലിസം. The nationalism grown out from the awareness among the common people that the poverty and exploitation they faced had been the creation of the British is termed as the economic nationalism. ഇന്ത്യ ഇക്കാലത്ത് നേരിട്ട ദാരിദ്ര്യം, ചൂഷണം എന്നിവയെല്ലാം ബ്രിട്ടീഷ് നിർമ്മിതമാണ് എന്ന ചിന്താഗതി ജനങ്ങളുടെ മനസ്സിലുണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് ജനങ്ങളുടെ മനസ്സിൽ ദേശീയ ബോധമുണ്ടാവുകയും ചെയ്തു. ഈ ദേശീയ ബോധത്തെയാണ് ചരിത്രകാരന്മാർ ഇക്കണോമിക് നാഷണാലിസം എന്ന പേരിൽ വിളിച്ചത്. സ്വദേശി മൂവ്മെൻറ്റ്, ന്യൂ മെത്തേഡ് ഓഫ് റെസിസ്റ്റൻസ്. സ്വദേശി മൂവ്മെൻറ്റ് in 1905. It was an anti-partition movement in Bengal. ബംഗാൾ വിഭജനത്തിനെതിരെ രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമായിരുന്നു സ്വദേശി പ്രസ്ഥാനം. The major strategy adopted the movement was the boycott of foreign goods and consumption of the indigenous products. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, തദ്ദേശീയമായ വസ്തുക്കൾ ഉപയോഗിക്കുക എന്ന ആശയമാണ് ഇവർ പ്രധാനമായും മുന്നോട്ട് വച്ചത്. As a part of agitation, foreign goods were collected and burned publicly. ഒരു സമരമെന്ന നിലക്ക് സ്വദേശി പ്രസ്ഥാനം വിദേശ വസ്ത്രങ്ങൾ ശേഖരിക്കുകയും എന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ വെച്ച് കത്തിക്കുകയും ചെയ്തു. The extensive use of indigenous products by discarding foreign items rejuvenated the Indian industry. വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം അതുപോലെ തന്നെ തദ്ദേശീയ വസ്തുക്കളുടെ വർദ്ധിച്ച ഉപയോഗവും ഇന്ത്യൻ വ്യവസായത്തിന് ഉണർവേകി. ആസ് എ റിസൾട്ട്, എ നമ്പർ ഓഫ് ടെക്സ്റ്റൈൽസ് മിൽസ്, സോപ്പ് ഫാക്ടറീസ്, മാച്ച് ബോക്സ് കമ്പനീസ്, നാഷണൽ ബാങ്ക്സ് ആൻഡ് ഇൻഷുറൻസ് കമ്പനീസ് വർ എസ്റ്റാബ്ലിഷ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ സോപ്പ് കമ്പനികൾ, തീപ്പെട്ടി കമ്പനികൾ, ടെക്സ്റ്റൈൽസ് മില്ലുകൾ, ബാങ്കുകൾ, അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് നിലവിൽ വന്നു. The important industries established during the സ്വദേശി മൂവ്മെൻറ്റ്. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് ഇന്ത്യയിൽ സ്ഥാപിതമായ പ്രധാനപ്പെട്ട വ്യവസായങ്ങൾ. The first one, Bengal Chemical Store in Bengal, the Tata Iron and Steel Plant in Maharashtra, the Swadeshi Stream Navigation Company in Tamil Nadu. ഈ വ്യവസായങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ കാലത്ത് ഇന്ത്യയിൽ നിലവിൽ വന്നത്. Import of British goods to India steadily went down during this period. സ്വദേശി സമരത്തിൻ്റെ കാലത്ത് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി വളരെയധികം കുറഞ്ഞു. പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൺ, ലാബേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് were another remarkable feature of this movement. സ്ത്രീകളുടെ പങ്കാളിത്തം, അതുപോലെ തന്നെ തൊഴിലാളികളുടെ പങ്കാളിത്തം, അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തമൊക്കെ വളരെയധികം എടുത്തു പറയേണ്ടതാണ്. Washermen avowed that they would not wash the foreign clothes. അലക്കുകാർ ഇനി ഞങ്ങൾ ഫോറിൻ വസ്ത്രം അലക്കില്ല എന്ന് പ്രഖ്യാപിച്ചു. ദ പ്രീസ്റ്റ് swore that they would not perform rituals and prayers using foreign items. വിദേശ വസ്തുക്കൾ ഉപയോഗിച്ച് പൂജ നടത്തില്ലെന്ന് പുരോഹിതന്മാർ പ്രഖ്യാപിച്ചു. വുമൺ ബോയ്ക്കോട്ടഡ് ഫോറിൻ ബാംഗിൾസ് ആൻഡ് യൂട്ടൻസിൽസ്. സ്ത്രീകൾ വിദേശ വളകളും മറ്റു ഉപകരണങ്ങളൊക്കെ ബഹിഷ്കരിച്ചു. Students quit these schools to take part in the movement. വിദ്യാർത്ഥികൾ വിദേശ സ്കൂളുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഈ സ്വദേശി മൂവ്മെൻറ്റിൽ സജീവമായി പങ്കെടുത്തു. ഇന്ത്യൻ നാഷണാലിസം അറ്റൈൻഡ് ഫർദർ സ്ട്രെങ്ത് ഫ്രം ദ സ്വദേശി മൂവ്മെൻറ്റ്. സ്വദേശി പ്രസ്ഥാനത്തിൽ നിന്ന് ഇന്ത്യൻ ദേശീയത ശക്തി പ്രാപിച്ചു. ദ ലീഡേഴ്സ് ലൈക്ക് ബാലഗംഗാധര തിലക്, Lala Lajpat Rai and Bipin Chandra Pal emphasized the necessity of the overthrowing of the foreign rule. വിദേശ ഭരണത്തെ ഇവിടുന്ന് ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഈ നേതാക്കളൊക്കെ പറയുകയുണ്ടായി.
These leaders were together known as Lal Pal Bal. Freedom is my birthright, I shall have it. This proclamation of Bala Gangadhara Tilak inspired the national movement. ബാലഗംഗാധര തിലകൻ്റെ ഈ പ്രഖ്യാപനം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തി. ബോയ്ക്കോട്ട് ഓഫ് ഫോറിൻ ഗുഡ്സ് ആൻഡ് കൺസംഷൻ ഓഫ് ഇൻഡിജീനിയസ് ഗുഡ്സ് ആക്റ്റഡ് ആസ് എ പവർഫുൾ വെപ്പൺ ഇൻ ദ ആൻറ്റി ബ്രിട്ടീഷ് മൂവ്മെൻറ്റ്. ബ്രിട്ടീഷ് വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ ശക്തമായ ഒരു ആയുധമായിരുന്നു തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്ന ആശയം. ലേറ്റർ ഗാന്ധിജി മെയ്ഡ് ദിസ് മൂവ്മെൻറ്റ് സ്ട്രോങ് ആൻഡ് പോപ്പുലർ. പിൽക്കാലത്ത് ഗാന്ധിജി ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുകയും അതുപോലെ തന്നെ ജനകീയമാക്കുകയും ചെയ്തു.